ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ, ഉൾക്കടലിലേക്ക് അങ്ങ് പോകണോ? അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ സാധാരണ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്, അല്ലാതെ ഇവിടെ കടപ്പുറത്തല്ല. എന്നാൽ ഇന്ന് കടലിൽ കിടന്നുറങ്ങിയാലോ? ഉപ്പുവെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്ത് നാളെ തീരത്തടിയുമ്പോ കാഴ്ചക്കാർക്ക് കാണാൻ ഒരു കൗതുകം ഉണ്ടാവും. ആശാൻ ഞാൻ എവിടേക്ക് തിരക്കിന്നറിയോ? ആശാൻ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ മനസ്സിനേറ്റ മുറിവുകൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. ഈ തിരമാലകൾക്ക് അങ്ങനെ ഒരു മുടിഞ്ഞ കഴിവുണ്ട്. നമ്മളെ എല്ലാ ദുഃഖങ്ങളും തിരകൾക്കൊപ്പം കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്. ആശാനെ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനും ആശാനോട് കാണിച്ചത് തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷയും ഏടറ്റമെന്ന് മേടിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്റെ ആശാനും കൂടെ എന്നെ ഒന്ന് തല്ലണം. തല്ലാശനെ, തല്ല്, തല്ലാശനെ, തല്ല്. ഓടാ എടാ, നീയൊക്കെ ഒരു ചെങ്ങാതിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളേ? ഞാൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രവർത്തിക്കുന്നുള്ളൊരു ഊഹെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം, എന്താ ആശാനെ, എന്തൊക്കെ ആശാനെ ഈ കാണിച്ചു കൂട്ടുന്നേന്ന്? അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ആശാന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നൊന്ന് തല്ലാശാനെ. എന്റെ കയ്യിൽ നിന്ന് വന്ന ഈ തെറ്റിന് ഞാൻ എങ്ങനെയാ ആശാനെ മാപ്പ് ചോദിക്കണ്ട്? ആശാനെ കാലില് വീഴണോ? ഞാൻ എന്ത് പറയും ചെയ്യാ ആശാനെ? എന്നോട് ക്ഷമിച്ചെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ആശാനെ. എടാ, നീയൊന്നുമല്ല എന്റെ ഈ വേദനയ്ക്ക് കാരണം. എടാ, നീയും എന്റെ ചുറ്റുമുള്ള എല്ലാരും തള്ളി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവള് ശാലി എന്നെ തള്ളി പറഞ്ഞു. അവൾ എന്നെ തള്ളി പറയാൻ പാടില്ലായിരുന്നടാ. തള്ളി പറയാൻ പാടില്ല. ആ ഒരു വിള്ളലേ എന്റെ മനസ്സിനേറ്റ. ആശാനെ, ഇതിനെല്ലാം കാരണം ആശാന്റെ ആ യാത്രയാണ്. ആശാൻ ശിവകാശിക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് ആശാൻ പോയത് മതിലിലേക്കാ. എന്റെ അച്ഛന് മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. പറയാശാനെ, എന്താണെങ്കിലും ഇനിയെങ്കിലും എന്നോടൊന്ന് പറയാശാനെ. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് അറിയാത്തത് തന്നെയാണ് ഏട്ടത്തമ്മയുടെ പ്രശ്നവും. ആശാനെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളെ ഏട്ടത്തിയമ്മ. ആശാനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ആ തണലിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്. ആശാനവിടെ സ്നേഹത്തിന് സ്ഥാനമുള്ളൂ, മറ്റൊന്നിനും ഇടവില്ല. ആശാനിപ്പോ ഏടത്തിയമ്മ പോയിട്ടൊന്ന് കാണണം. ഉള്ളു തുറന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഏട്ടത്തിയമ്മ എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുക ഏട്ടത്തിയമ്മ. അതെ ആശാനെ, പെണ്ണിന്റെ മനസ്സാ. ചതി പറ്റിയെന്നറിഞ്ഞ പിന്നെ ചിന്തിക്കുന്നത് ഒരിക്കലും ചിന്തിക്കാത്ത വഴികളാ. എന്തെങ്കിലും സംഭവിച്ചു പോയതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആശാനെ. നീ പൊക്കോ, ഞാൻ കുറച്ചു തനിച്ചിരിക്കട്ടെ. അതൊന്നും ശരിയാവില്ല ആശാനെ, നമുക്ക് ഒരുമിച്ച് പോവാം. എടാ, പറയുന്നേക്ക് നീ ചെല്ല്. പോ, ചെല്ലടാ. ഞാൻ പോവാം. പക്ഷെ അച്ഛൻ വീട്ടിലേക്ക് പോവോ? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുവോ? ചെയ്യാം. നിന്റെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിക്കാതിരിക്കോ? ചെയ്യാം. നീ ഇപ്പൊ ചെല്ലേ, ഞാനൊന്ന് കുറച്ച് ഒറ്റയ്ക്കിരിക്കട്ടെ. പൊക്കോ, ചെല്ലടാ.
ആശാനിപ്പോ ഏടത്തേമേ പോയിട്ടൊന്ന് കാണണം. ഉള്ളു തുറന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഏട്ടത്തേമ്മ എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുക ഏട്ടത്തേമ്മ. ദാ. പോടാ. എന്താടാ, ഉൾക്കടലിലേക്ക് അങ്ങ് പോകണോ? ഹ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ സാധാരണ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്, അല്ലാതെ ഇവിടെ കടപ്പുറത്തല്ല. എന്നാൽ ഇന്ന് കടലിൽ കിടന്നുറങ്ങിയാലോ? ഉപ്പുവെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്ത് നാളെ തീരത്തടിയുമ്പോ കാഴ്ചക്കാർക്ക് കാണാൻ ഒരു കൗതുകം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഹാ തന്നെയും കൂടി ചേർത്ത് 4 ബോഡി കടൽക്കരയിൽ അടിഞ്ഞു എന്നുള്ള വാർത്ത കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ അങ്ങനെ പൊങ്ങുകയാണെങ്കിൽ തന്റെ ഈ 2 കണ്ണും തന്റെ ഈ മുഖത്തുണ്ടാവില്ല. മീൻ കൊത്തിയെടുത്തുന്ന മഹസറിൽ രേഖപ്പെടുത്തൂ. പക്ഷെ കടലിലേക്ക് തള്ളുന്നതിന് മുമ്പ് ഞാനത് കുത്തിയെടുത്തിരിക്കും. കാരണം തന്റെ ഈ വൃത്തികെട്ട കണ്ണിന് സത്യം കാണാനുള്ള കഴിവില്ല. കേട്ട് വിശ്വസിക്കാണ് താനെല്ലാം, എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കും. പിന്നെ എന്തിനാടാ അബൂബക്കറെ തനിക്ക് ഈ കണ്ണ്? ഇതുവരെ എന്റെ വിശ്വാസങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. എന്റെ മകനെ നീ തന്നെയാ കൊന്നത്. അവന്റെ ബോഡി അവിടുന്ന് എടുത്തു മാറ്റിയതും നീ തന്നെയാ. അതുകൊണ്ട് ഇന്ന് നിന്റെ ബോഡി ഈ കടൽ മീനുകൾക്കുള്ളതാണ്. അത് ഉറപ്പിച്ചിട്ട് തന്നെയാടാ ഞാൻ ഇവന്മാരെയും കൂട്ടി വന്നിരിക്കുന്നേ. അതിനൊരു കുഴപ്പമുണ്ടല്ലോ അബൂബക്കറെ. എന്റെ ജാതകം എഴുതിയ ജ്യോത്സ്യരെ എന്റെ ആയുസിന്റെ ദൈർഘ്യം അല്പം കൂട്ടിയിട്ട് എഴുതിയിരിക്കുന്നേ. എന്നിട്ട് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഒരിക്കലും ഒരു പാഴ് ജന്മത്തിന്റെ കയ്യിൽ നിന്ന് മരണം സംഭവിക്കില്ല എന്നാ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, നിന്നെപ്പോലൊരുത്തന്റെ കൈകൊണ്ട് എന്റെ ആയുസിന് ഒരു വിഘ്നവും വരില്ല എന്ന്. ആ അപ്പൊ പിന്നെ എങ്ങനെയാ 3 പേര് അത്യാവശ്യം നല്ല ഉപ്പുവെള്ളമൊക്കെ കുടിക്കാൻ മാത്രമല്ലേ വന്നിരിക്കുന്നേ? നീ വാക്കുകൾ കൊണ്ട് നേരിട്ടോ, ഞങ്ങള് കൈക്കരുത്ത് കൊണ്ട് നേരിട്ടോളാം. കരുതി തന്നെയാണ് വന്നിരിക്കുന്നേ.